ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും താല്പര്യമുള്ളതായിരിക്കും നല്ല ഇടതൂർന്ന മുടി വളർന്നു കിട്ടണമെന്നുള്ളത്. ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അതിനോട് താല്പര്യക്കുറവ് കാണത്തുള്ളൂ. അതെനിക്ക് തോന്നി അവർക്കൊന്നുകിൽ മുടി കാണത്തില്ലായിരിക്കും, കുറച്ച് മുടിയേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകൾ കാണും മുടി വളർത്തുന്നതിനോട്. അതുകൊണ്ടായിരിക്കും അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് ഉള്ളോടുകൂടി ഒന്നും മുടി ഇല്ലെങ്കിൽ മുടി വളർത്തുന്നതായിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് മുടി വളർത്തുന്നത് താല്പര്യമില്ല എന്നും പറഞ്ഞ് പലരും കട്ട് ചെയ്ത് കളയാറുള്ളത്. പക്ഷെങ്കിലും മുടി നല്ല രീതിയിൽ വളർന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ പല രീതിയിലുള്ള ഓയിലൊക്കെ വാങ്ങി തലയിൽ അപ്ലൈ ചെയ്യാറുമുണ്ട്. എന്നാൽ ചില കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ നല്ല ഉള്ളോടുകൂടി തന്നെ മുടി വളർത്താൻ സാധിക്കും കേട്ടോ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ മുടി ഏത് രീതിയിലാണ് വളർന്നു വരുന്നത് എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നെ സംബന്ധിച്ച് എന്റെ മുടി കഴിഞ്ഞ വർഷം ഈ സമയമായപ്പം ഇത്തിരി ഞാൻ കട്ട് ചെയ്തതാണ്. ഞാൻ ഇവിടെ കാണിക്കാം എത്രയും കട്ട് ചെയ്തെന്ന്. ഈ വർഷം ഈ സമയമായപ്പോൾ ഇത്രയും എന്റെ മുടി കിളിർത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേക ഓയിലൊന്നും വാങ്ങി തേക്കേണ്ട കാര്യമില്ല. കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മൾ മുടി കഴുകുന്നതിൽ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഏത് രീതിയിലാണ് മുടി കെയർ ചെയ്യുന്നത് അത് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാവുന്നതാണ്. ഫസ്റ്റിന് ഞാൻ പറയുന്നത്, നിങ്ങൾ ഏത് രീതിയിലാണ് മുടി കഴുകുന്നത്. മുടിയിൽ കെമിക്കൽ ചേർത്ത ഷാമ്പു ഇടരുതെന്നുള്ളതേ ഉള്ളൂ. കഴിവതും താളി ഉപയോഗിച്ച് കഴിയുക, അതാണ് ഏറ്റവും ബെറ്റർ. താളി എടുക്കുന്ന ഒരു പ്രശ്നമാണെന്ന് വരെ നിങ്ങൾ അധികം കെമിക്കൽ ഇല്ലാത്ത ഷാമ്പു ഉപയോഗിച്ച് തല കഴുകുക. പക്ഷെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ആഴ്ചയിൽ 2-3 ദിവസം മാത്രമേ എൻ്റെ തല വാഷ് ചെയ്യാറുള്ളൂ. അതായത് തലമുടി വാഷ് ചെയ്യാറുള്ളൂ. ഞാൻ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ വീര്യം കുറഞ്ഞ ഷാമ്പു ഉപയോഗിക്കും. ആദ്യമൊക്കെ ഞാൻ താളിയൊക്കെ ഉപയോഗിച്ച് കഴുകുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ വീര്യം കുറഞ്ഞ ഷാമ്പു തന്നെ ഉപയോഗിച്ചാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ തലയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്. വാഷ് ചെയ്യുന്ന സമയത്ത്, അതായത് തലയിൽ താരൻ പോലും വരിക എന്ന് പറഞ്ഞാൽ, ഡ്രൈ സ്കിൻ ആയി കഴിയുമ്പോൾ തലയിൽ ഓൾറെഡി താരൻ പോലും വരാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ എല്ലാ വീട്ടിലും കഞ്ഞിവെള്ളം കാണുമല്ലോ, ചോറ് വയ്ക്കാത്ത വീട് കാണത്തില്ല. അപ്പൊ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നിങ്ങൾ ഇപ്പൊ കഞ്ഞിവെള്ളം കിട്ടിയാൽ ആ ചൂടോടുകൂടി തന്നെ അതിനകത്തൊരു 2 സ്പൂണ് തേയില ഇട്ട് വെക്കുക. അല്ലെങ്കിൽ ടീ ബാഗ് ആണെങ്കിൽ 1-2 ടീ ബാഗ് ഇട്ട് വെക്കുക ആ ചൂടോട് തന്നെ കഞ്ഞിവെള്ളത്തിൽ. എന്നിട്ട് അന്ന് ആ കഞ്ഞിവെള്ളം യൂസ് ചെയ്യല്. പിറ്റേ ദിവസം ആ കഞ്ഞിവെള്ളത്തിൽ അന്നേരം കുറച്ച് ഉലുവ കൂടി ഇട്ടാൽ ഏറ്റവും ബെറ്റർ ആണ് ഈ കഞ്ഞിവെള്ളത്തിനകത്ത് കേട്ടോ. അധികം ഒന്നും വേണ്ട, 1 സ്പൂൺ വല്ലതും ഉലുവ കൂടി ഈ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം ഈ കഞ്ഞിവെള്ളം പുളിച്ച് കാണുമല്ലോ, നമ്മൾ തല കഴുകുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഷാമ്പു ആണോ ആ ഷാമ്പു ഈ കഞ്ഞിവെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല രീതിയിൽ തലയുടെ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്യുന്ന രീതിയിൽ നല്ലതുപോലെ ഷാമ്പു ഇട്ട് ഉടനെ അങ്ങ് വാഷ് ചെയ്യുവല്ല, കുറച്ച് നേരം ഒന്ന് ഷാമ്പു ഇട്ട് സ്കാൽപ്പയിലൊക്കെ നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് തലമുടി വാഷ് ചെയ്യുക. അപ്പൊ ഈ താരനുണ്ടെന്ന് വരിയിൽ അത് ഏറ്റവും ബെറ്റർ ആണ് കേട്ടോ. ഇടയ്ക്കൊക്കെ ആ രീതിയോടെ നിങ്ങൾ തലയിൽ ഷാമ്പു അപ്ലൈ ചെയ്യുക. തല കഴുകുന്ന സമയത്ത് ഷാമ്പു മാത്രം ആഡ് ചെയ്യാതെ ഇതേപോലെ തേയില വെള്ളം, അത് ഏറ്റവും ബെറ്റർ കഞ്ഞിവെള്ളത്തിൽ അങ്ങനെ ഇട്ട് തലമുടി ഒന്ന് വാഷ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഷാമ്പു ആഡ് ചെയ്യുവാണെങ്കിൽ ഡയറക്റ്റ് ഷാമ്പു മുടിയിൽ അപ്ലൈ ചെയ്യല്ലേ. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഷാമ്പു ഒഴിച്ചിട്ട് മാത്രമേ മുടിയിൽ അപ്ലൈ ചെയ്യാവൂ. അത് തല കഴുകുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മുടി മുന്നോട്ടിട്ടിട്ട് വേണം തലേ ഷാമ്പു ഇട്ട് തലമുടി വാഷ് ചെയ്യാൻ. ഷാമ്പു ഇല്ലാതെ തന്നെ വാഷ് ചെയ്യുവാണെങ്കിലും മുടി എപ്പോഴും മുന്നോട്ടിട്ട് വാഷ് ചെയ്തിട്ട് മുന്നോട്ടിട്ട് തന്നെ മുടി തോർത്തി നല്ല രീതിയിൽ ആ ചെട നനവിൽ തന്നെ കൈ കൊണ്ട് തന്നെ ചെട കളഞ്ഞ് നല്ല രീതിയിൽ മുടി വെക്കുക. നനവോടുകൂടി ഒരിക്കലും ചീപ്പിട്ട് ചെയ്യരുത്, അത് മുടിക്ക് കംപ്ലൈന്റ് വരുന്നതാണ്. അതുപോലെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ ആ രീതിയിൽ മുടി ഉണക്കാന്ന് വെച്ചു. അത് രാത്രി കുളിക്കുന്നവരാണെന്ന് വരിയിൽ ഞാൻ രാത്രിയിലാണ് തല കഴുകാറുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ ബെഡിന്റെ വെള്ളിലേക്ക് മുടി അഴിച്ചിട്ടാണ് കിടന്നുറങ്ങാറുള്ളത്. രാവിലെ ആകുമ്പോഴത്തേനും ഉണങ്ങി കിട്ടും, ചെട വരത്തില്ല. കാര്യം ചെട മുഴുവൻ നനവോട് തന്നെ കൈ കൊണ്ട് ഞാൻ ചെട കളയുന്നതാണ്. അതുപോലെ രാത്രി നിങ്ങൾ നേരത്തെ മുടി കഴുകിന്ന് വെച്ചു, അല്ലെങ്കിൽ മുടി കഴുകാത്ത ദിവസങ്ങളിൽ കിടക്കുന്ന സമയത്ത് എപ്പോഴും മുടി കിളത്തി മേലോട്ട് വെച്ച് കെട്ടി വേണം കിടക്കാൻ. അഴിച്ചിട്ടോ പിന്നിയിട്ടോ കിടന്നുറങ്ങരുത്. നിങ്ങൾ മുകളിലേക്ക് ഈ ഭാഗത്തായിട്ട് മുടി കെട്ടി വെച്ചിട്ട് നിങ്ങൾ കിടന്ന് ഉറങ്ങുക. ആ രീതിയിൽ വേണം മുടി എപ്പോഴും രാത്രി കിടക്കുന്ന സമയത്ത് കെട്ടിവെക്കാൻ.
ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാമെങ്കിലുണ്ടല്ലോ നിങ്ങളുടെ മുടി നല്ല രീതിയിൽ തന്നെ വളരുന്നതാണ്. ചെടിയൊക്കെ കളഞ്ഞ് എപ്പോഴും വയ്ക്കുക. ചില വൈറൽ ഫീവർ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ വന്ന സമയത്ത് മാത്രം ഞാൻ ഒരു ഹെയർ ഓയിൽ വാങ്ങി ഉപയോഗിച്ചു. അതൊരു ആദിവാസി ഹെയർ ഓയിൽ ആയിരുന്നു. ആ ഹെയർ ഓയിൽ ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു. കൊഴിഞ്ഞു പോയ മുടിയൊക്കെ കിളിർത്ത് വരാൻ തുടങ്ങി. പിന്നെ ഒരു കാര്യം, മുടി കൊഴിഞ്ഞു ദിവസവും നമ്മൾ മുടി ചീകുന്നുണ്ടെങ്കിൽ എന്തായാലും മുടി കൊഴിഞ്ഞു പോകും. അത് കുറച്ച് മുടി കൊഴിഞ്ഞു പോകുന്നതാണ്. അത് വലിയ മുടി കൊഴിച്ചിലായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ഇതുപോലുള്ള വൈറൽ ഫീവർ ഒക്കെ വരുമ്പോൾ അധികമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന സമയത്ത് മാത്രം ഇതുപോലെ എന്തെങ്കിലും ഓയിൽ വാങ്ങിച്ച് ഒന്ന് ചെറിയ ചൂടാക്കി നമുക്ക് തലയിൽ തേക്കാവുന്നതാണ്. എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദിവാസി ഹെയർ ഓയിൽ. വെറും 350 രൂപ കൊടുത്ത് ഞാൻ 2 ബോട്ടിൽ വാങ്ങിച്ച് അതാണ് എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തത്. എൻ്റെ മുടി കൊഴിച്ചിൽ അപ്ലൈ നിന്നു. കൊഴിഞ്ഞു പോയ മുടിയൊക്കെ കിളിർത്ത് വരികയും ചെയ്തു. അല്ലാതെ നിങ്ങൾ കൂടുതൽ എണ്ണ കാച്ചി ഒന്നും തേക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ പരിസരത്തുള്ള വള്ളി ഉഴിഞ്ഞ് എന്ന് പറയുന്ന ഒരു ചെടി ഉണ്ടല്ലോ, അങ്ങനെയുള്ളതൊക്കെ എടുത്ത് അതിൻ്റെയൊക്കെ ഇല ഞെരടി പിഴിഞ്ഞ് നമ്മൾ തല കഴുകുന്ന സമയത്ത്, ഇപ്പൊ ഇന്ന് കുളിക്കുന്ന സമയത്തിന് കുറച്ച് മുമ്പായിട്ട് നമ്മുടെ തലയിലൊക്കെ മസാജ് ചെയ്ത് പിടിപ്പിക്കാം. കറ്റാർവാഴ ജെല്ലും അതിൻ്റെ കൂടിട്ട് അങ്ങനെയൊക്കെ മസാജ് ചെയ്ത് പിടിപ്പിക്കാം. അങ്ങനെ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തല കഴുകുന്നതിന് യൂസ് ചെയ്യാവുന്നതാണ്. പേരയുടെ തീരെ തളിർത്ത ഇലയുമല്ല മൂത്ത ഇലയുമല്ല, അതിന് ഇടഭാഗത്തുള്ള ആ ഇലയെടുത്ത് ചതച്ചിട്ട് അതിന്റെ നീര് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് മുടി കഴുകുന്നതിന് മുമ്പായിട്ട്. ഇതുപോലുള്ള ഇലകൾ നിങ്ങൾ ചതച്ച് നീരെടുത്ത് തലയിൽ തേക്കുന്ന സമയത്ത് 1-2 പനിക്കൂർക്കയുടെ ഇലയൂടെ പിഴിഞ്ഞെടുത്ത് ആ നീരൂടെ ഇതിലൂടെ മിക്സ് ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പം തലനീരൊക്കെ ഉള്ളവർക്കത് പ്രശ്നമായിട്ട് വരും, തണുപ്പ് നിന്ന്. ഇതും അധികം സമയമൊന്നും വെച്ചോണ്ടിരിക്കേണ്ട കേട്ടോ. ഒരു 1/2-3/4 മണിക്കൂർ മതി. നിങ്ങൾ അത് തലയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് പിന്നെ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഹെയർ കെയർ റൊട്ടീൻ ഈ രീതിയിലാണ് ഞാൻ ചെയ്തത്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കും മുടി നല്ല രീതിയിൽ വളർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ എണ്ണയുടെ പുറകെ ഒന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.